അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? ഇന്നലെ ഒരു ചർച്ച കാണലുണ്ടായി. ഏഷ്യാനെറ്റ് ന്യൂസിൽ സൂര്യ ഉസ്താദും സുരേഷും ഒക്കെ ഒക്കെ പാട് ചേർന്നിട്ട് അതിൽ ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങൾ കാന്തപുര ഉസ്താദ് പറഞ്ഞതിനെ പറ്റി സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയമാണത്. അപ്പോൾ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. അപ്പോൾ സുരേഷ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തെന്ന്, നിങ്ങളെന്തിന് താഴെത്തട്ടിലേക്ക് ഇത് ആഹ്വാനം ചെയ്യുന്നെന്ന്. സുരേഷെ, താഴെത്തട്ടിലേക്ക് ആഹ്വാനം ചെയ്യുന്നത് കറക്റ്റ് എന്താണെന്നുള്ളത് സൂര്യുസ്താദ് തന്നെ പറയുന്നുണ്ട്. എന്തെന്ന് ഇസ്ലാം പറയണത്, ഇസ്ലാം മത വിശ്വാസ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആളുകളോടാണ് ഇസ്ലാം അത് പറയണത്. അല്ലാതെ എല്ലാ മുസ്ലിം നാമധാരികളും ഇസ്ലാം മതം എന്താ പറയുക ആ ഒരു രീതിയിൽ നടക്കുന്ന ആൾക്കാരാണെന്ന് സുരേഷിന് അഭിപ്രായമുണ്ടേ. എല്ലാവരും മുസ്ലിം നാമധാരികളായിരിക്കും, പക്ഷേ ഇസ്ലാം മത വിശ്വാസത്തിൽ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ അതിൽ ഭൂരിഭാഗം ആളുകളും ഇസ്ലാം മത വിശ്വാസത്തിൽ ജീവിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണെന്നുള്ളത് അഭിപ്രായമുണ്ടേ. ഇല്ലല്ലോ. അപ്പോൾ എല്ലാ കാര്യത്തിലും ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ കളന്ന് പറയണ മാതിരി ഇതിലും കയറിയിട്ട് ഇങ്ങനെ പറയല്ല. മതത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കലും പറയലും മതപണ്ഡിതന്മാരാണ്, അല്ലാതെ അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നുമല്ല. മനസ്സിലായേ? അതിൻ്റെ നിങ്ങളാ ചർച്ചൻ്റെ കമൻറ്റ് ബോക്സിൽ എടുത്ത് നോക്കിയാൽ മതി. 100ൽ 80% അല്ലെങ്കിൽ 90% ആൾക്കാർ തന്നെ പറയാം ഇസ്ലാം മത വിശ്വാസികളാണ് അത് ഏറ്റവും കൂടുതൽ അത് കമൻറ്റ് ഇട്ടിനെ. എല്ലാവരും ഉസ്താദിനെ പിന്തുണച്ചിട്ടുള്ള കമൻറ്റ് ഇട്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ നീ പറഞ്ഞ പോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒന്നും പറഞ്ഞിട്ടൊന്നുള്ള ഒരു സംഭവം അതിലില്ല. മനസ്സിലായേ? എല്ലാ കാര്യത്തിലും കയറിയിട്ട് ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്, ജനങ്ങളെ അടിച്ചേൽപ്പിക്കുകയാണ് ഇസ്ലാം എന്നുള്ള ആ ഒരു വാദം ഉണ്ടല്ലേ, അത് നിങ്ങൾ മാറ്റണം. ഞങ്ങൾ വരുന്നില്ല മറ്റുള്ള മതത്തിൻ്റെ കാര്യത്തിൽ അത് ചെയ്യണത് അടിച്ചേൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അത് അങ്ങനെയാണ് ഇതിങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളാരും വരുന്നില്ലല്ലേ. ഞങ്ങൾ പണ്ഡിതന്മാർ വരണ്ട ഇല്ലല്ലോ. നിങ്ങൾ എന്ത് അജണ്ടൻ്റെ പുറത്താണ് ഈ ഇറങ്ങിയിരിക്കുന്നത്? ഇവിടെ എല്ലാവർക്കും എല്ലാവരുടേതായ മതത്തിൻ്റെ ഇതുകൾ എന്താ പറയുക കാഴ്ചപ്പാടുകളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ തന്നിട്ടുണ്ട്. അത് തന്നിടത്തോളം കാലം അത് പറയുക ചെയ്യും. അത് അനുസരിക്കാതിരിക്കൽ പിന്നെയുള്ള കാര്യം. അത് പറയേണ്ടത് പണ്ഡിതന്മാരാണെങ്കിൽ അത് പറയുക ചെയ്യും. മനസ്സിലായേ? അത് നീയല്ല നിന്നെപ്പോലുള്ള വേറെ ഏത് ചാനലും മാധ്യമങ്ങളായിക്കഴിഞ്ഞാൽ ഏത് പാർട്ടി രാഷ്ട്രീയ ഏത് ആൾക്കാരായിക്കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല. ഇവിടെ പറയേണ്ടത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ്.